ഹായ് ഹലോ ദേവൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത മഞ്ഞൾ വിളവെടുപ്പും മഞ്ഞൾ പുഴുങ്ങുന്നതുമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. മണ്ണിനടിയിൽ വളർന്ന ശുദ്ധമായ മഞ്ഞൾ പറിച്ചെടുക്കുന്ന സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ നേരത്തെ മഞ്ഞൾ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അനുവാട്ടിന് റബ്ബർ ടാപ്പിങ്ങും പിന്നെ റബ്ബർ പാലെടുത്ത് അത് ഷീറ്റാക്കണം. അപ്പോൾ അതുകൊണ്ട് കുറേ വൈകി. ഇപ്പോൾ നല്ല വെയിലാണ്. വൈകിയതുകൊണ്ട് കുറേ ദിവസമായി മഞ്ഞൾ കിളക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അനുവാട്ടന് എപ്പോഴും സമയം കിട്ടാറില്ല. ഇന്ന് കുറച്ച് വൈകിയാൽ മഞ്ഞൾ കിളച്ച് പുഴുങ്ങിയിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾ കിളക്കുമ്പോൾ കിട്ടിയതാണ് കുറച്ച് ചേമ്പ്. നമ്മളിവിടെ ചേമ്പ് കിഴങ്ങ് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ചേമ്പിന് എന്താ പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. അങ്ങനെ മഞ്ഞളും ചേമ്പും ഒക്കെ കളച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾ നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി എടുക്കണം. അതിൻ്റെ വേരൊക്കെ പൊട്ടിച്ച് കളയണം. അത് കഴിഞ്ഞ് 2 പ്രാവശ്യമെങ്കിലും മഞ്ഞൾ കഴുകിയെടുക്കണം. അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. വലിയൊരു അലുമിനിയം കലത്തിലാണ് പുഴുങ്ങാൻ വെക്കുന്നത് മഞ്ഞൾ. അതിൽ വെള്ളമൊഴിച്ച് 1 മണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം. അങ്ങനെ ഞാനും അനുവാട്ടിനും കൂടി മഞ്ഞൾ വൃത്തിയാക്കി എടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് മഞ്ഞൾ ക്ലീനാക്കി എടുക്കുകയാണ്. ഇത് വൃത്തിയാക്കി എടുക്കൽ ഒരു നല്ല പണി തന്നെയാണ്. എന്നാലും നമുക്ക് ശുദ്ധമായ മഞ്ഞൾ കിട്ടാൻ വേണ്ടിയല്ലേ, നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കാമല്ലേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മഞ്ഞൾ ക്ലീനാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൾ അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങളൊന്ന് കണ്ടത്തിൽ പോയിട്ട് വന്നതാണ്. മഞ്ഞളിന് തീ കത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേവാൻ ഒരുപാട് വൈകി. പിന്നെ അത് വെന്ത് പാകമാകുമ്പോഴേക്കും രാത്രിയായി. മഞ്ഞൾ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഞെക്കി നോക്കിയാൽ മതി. ഞെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്തോന്നുള്ളത്. ഇല്ലെങ്കിൽ മഞ്ഞൾ മെല്ലെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നൂല് വലിഞ്ഞു വരും. അപ്പോൾ അത് പാകമായി എന്ന് മനസ്സിലാവും.
പിന്നെ വേവാൻ 1 മണിക്കൂർ എന്ന് ഞാൻ ഏകദേശം പറഞ്ഞതാണ്. ഇതിപ്പോൾ തീയൊന്നും കത്താത്തതുകൊണ്ട് നമ്മൾ കുറേ സമയം അടുപ്പത്ത് വെച്ചായിരുന്നു. അങ്ങനെ മഞ്ഞൾ വെന്തിട്ടുണ്ട്. അത് മുകളിൽ കൊണ്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 15-20 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കുമ്പോൾ രുചിയിലും ഗുണത്തിലും ഒക്കെ നല്ലതാണ്. വർഷങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് കവറിലോ കെട്ടി വെച്ചാൽ മതി. ഇത് ഞാൻ ഉണക്കി വെച്ച മഞ്ഞളാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര കളർ തോന്നുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.